PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇത് 2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഡാഷ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഓപ്ഷൻസ്: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, പ്രൊവൈഡിംഗ് ഓവർ ഡ്രാഫ്റ്റ്, ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിംഗ് ഓഫ് ബിൽസ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, പ്രൊവൈഡിംഗ് ഓവർ ഡ്രാഫ്റ്റ്, ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിംഗ് ഓഫ് ബിൽസ്. ഇതാണ് ഓപ്ഷൻസ്. ഇതിൽ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തത് ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ LC ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കിൻ്റെ ഒരു ഏജൻസി ഫംഗ്ഷനാണ്. ഏജൻസി ഫംഗ്ഷൻ വരുന്നത് സെക്കൻഡറി ഫംഗ്ഷനിലാണ്, അത് പ്രൈമറി ഫംഗ്ഷൻ അല്ല. പ്രൈമറി ഫംഗ്ഷൻസിൽ വരുന്ന ഏതൊക്കെയാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിംഗ് അഡ്വാൻസസ്. ഗ്രാൻഡിംഗ് അഡ്വാൻസസിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ലോൺ, ഡിസ്കൗണ്ടിംഗ് ഓഫ് ബിൽസ്, മണി അറ്റ് കോൾ ഇതെല്ലാം വരും. അക്സെപ്റ്റിംഗ് ഓൾ ഡെപ്പോസിറ്റ്സ് ഇത്രയുമാണ് പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നത്. സെക്കൻഡറി ഫംഗ്ഷനിൽ വരുന്നത് ഏജൻസി ഫംഗ്ഷൻസും യൂട്ടിലിറ്റി ഫംഗ്ഷൻസും. ഏജൻസി ഫംഗ്ഷനിൽ വരും ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, കളക്ഷൻ ഓഫ് ചെക്ക്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇതെല്ലാം ഏജൻസി ഫംഗ്ഷനാണ്. യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ വരുന്നത് ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്, ലോക്കേഴ്സ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, ടാക്സ് കൺസൾട്ടൻസി സർവീസസ്, മെർച്ചൻറ്റ് ബാങ്കിങ് ഇതെല്ലാം യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തത് ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സേഫ്റ്റി ആർ ഡാഷ് റിലേറ്റഡ് പ്രിൻസിപ്പിൾസ്. The principles of liquidity, profitability and safety are dash related principles. Options: banker, customer, loan, income. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ബാങ്ക്. The bailment of goods as security for payment of a debt or performance of a promise is known as. The bailment of goods as security for payment of a debt or performance of a promise is known as. ഓപ്ഷൻസ്: ലീൻ, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി ആയിട്ട് ഗുഡ്സിൻ്റെ ബെയിൽമെൻറ്റ് നടത്തുന്നതിന് എന്താ പറയുക? പ്ലഡ്ജ്. പ്ലഡ്ജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 172 പ്ലഡ്ജിൻ്റെ കേസിൽ ഡെറ്ററെ പ്ലഡ്ജർ എന്നും ബാങ്കിനെ പ്ലഡ്ജി എന്നും പറയുന്നു. പോണർ, പോണി എന്ന് പറയുന്നതും ഈ പ്ലഡ്ജർ പ്ലഡ്ജി റിലേഷൻഷിപ്പ് തന്നെയാണ്. പോണർ എന്ന് പറയുന്നത് ഡെറ്ററും പോണി ബാങ്കുമാണ് അല്ലെങ്കിൽ ക്രെഡിറ്ററുമാണ്. അപ്പോൾ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് എന്ന് പറയുന്നത് പ്ലഡ്ജാണ്. വെൻ ബാങ്കർ അക്സെപ്റ്റ്സ് വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി ദ ബാങ്കർ ബിക്കം. വെൻ എ ബാങ്കർ അക്സെപ്റ്റ്സ് വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി ദ ബാങ്കർ ബിക്കം. ഓപ്ഷൻസ്: ബെയിലർ, ബെയ്ലി, ലെസ്സർ, ലെസ്സി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, ബെയ്ലി. സേഫ് കസ്റ്റഡി ഓഫ് ജുവൽസ് ആൻഡ് വാല്യുബിൾസ്, ആ ഒരു കേസിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബെയ്ലർ ബെയ്ലി റിലേഷൻഷിപ്പാണ്. ബെയ്ലി എന്ന് പറയുന്നത് ബാങ്കാണ്, ബെയ്ലർ കസ്റ്റമറാണ്. ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് വരുന്ന എപ്പോഴാണ്? ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഫെസിലിറ്റി കൊടുക്കുമ്പോഴാണ് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലെസ്സർ ലെസ്സി ആവുന്നത്. ഇവിടെ ബാങ്കർ ലെസ്സറും കസ്റ്റമർ ലെസ്സിയും ആണ്. അപ്പോൾ വെൻ എ ബാങ്കർ അക്സെപ്റ്റ്സ് വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി ദ ബാങ്കർ ബിക്കം ബെയ്ലി. എ ബാങ്കർ ഈസ് ബൗണ്ട് ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് വിത്തിൻ. എ ബാങ്കർ ഈസ് ബൗണ്ട് ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് വിത്തിൻ. ഓപ്ഷൻസ്: 12 months, 6 months, 3 months, നൺ ഓഫ് ദീസ്. അതായത് ചെക്ക് ഡേറ്റ് കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിലാണ് ഒരു ചെക്ക് ക്ലിയർ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, 3 months. ഒരു ചെക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. നേരത്തെ 6 മാസമായിരുന്നു. 2012 ഏപ്രിൽ 1 മുതലാണ്
ചെക്കിൻ്റെ വാലിഡിറ്റി 3 മാസമാക്കി മാറ്റിയത്? അത് RBI ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ്. ചെക്കിൻ്റെ വാലിഡിറ്റി നിർണ്ണയിക്കുന്നത് NI ആക്ട് ആണോ അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അതിൻ്റെ ഉത്തരം RBI ഗൈഡ് ലൈൻസ് ആണ്. RBI ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് തീരുമാനിക്കുന്നത്. അത് 3 മാസമാണ്. 3 മാസം കഴിഞ്ഞ് എക്സ്പയർ ആയ ചെക്കിന് എന്താണ് പറയുക? സ്റ്റെയിൽ ചെക്ക് എന്നാണ് പറയുന്നത്. ചെക്കിൻ്റെ മാത്രമല്ല ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെയും പേ ഓർഡേഴ്സിൻ്റെ എല്ലാം വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. An endorsement is valid only if it is a dash endorsement. An endorsement is valid only if it is a dash endorsement. Options: special, regular, blank, none of these. ഉത്തരം ഓപ്ഷൻ ബി, റെഗുലർ. An endorsement is valid only if it is a regular endorsement. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്, ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ഇതെല്ലാം ഓപ്ഷനിലുണ്ട്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായി നോക്കിയിരിക്കണം. അടുത്ത ചോദ്യം, ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഓപ്ഷൻസ് 5, 6, 7, 8. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി, 8. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 8 ഹോൾഡറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 5 എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 6 ചെക്ക്, 7 ഡ്രോയർ ഡ്രോയി പേയി, 8 ഹോൾഡർ, 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, 10 പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഹോൾഡർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 8 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. അടുത്തത്, ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഓൺ ബിഹാഫ് ഓഫ് എ ഡിസോണേഡ് ബിൽ ഈസ് നോൺ ആസ്. The certificate issued by the notary public on behalf of a dishonored bill is known as. Options: allenge, garnish, protest, none of this. ഉത്തരം ഓപ്ഷൻ സി, പ്രൊട്ടസ്റ്റ്. ഒരു ബില്ല് ഡിസോണർ ആകുമ്പോൾ അത് ഡിസോണർ ആയി എന്ന് റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നോട്ടിംഗ് എന്നാണ് പറയുന്നത്. നോട്ടിംഗ് ചെയ്യുന്നത് നോട്ടറി പബ്ലിക്കാണ്. നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത് കോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഫോറിൻ ബിൽസിൻ്റെ കേസിൽ നോട്ടിംഗ് കമ്പൽസറി ആണ്. നോട്ടറി പബ്ലിക് ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോട്ടറി പബ്ലിക് ഈ ഒരു സർവീസിന് ഒരു ചാർജ് ഈടാക്കുന്നുണ്ട്. അതിനെ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നു. നോട്ടിംഗ് ചാർജ് ആരുടെ എക്സ്പെൻസ് ആണെന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്ററുടെ എക്സ്പെൻസ് ആണ്. ദ എമൗണ്ട് ഓഫ് നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ദ ഹോൾഡർ ഓഫ് ദ ബിൽ ഇവൻച്വലി റിക്കവേർഡ് ഫ്രം ദി അക്സെപ്റ്റർ. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദി അക്സെപ്റ്റർ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഓൺ ബിഹാഫ് ഓഫ് എ ഡിസോണേഡ് ബിൽ ഈസ് നോൺ ആസ് പ്രൊട്ടസ്റ്റ്. ബില്ല് ഡിസോണർ ആയി എന്നുള്ള റെക്കോർഡ് ചെയ്തിട്ട് നോട്ടറി പബ്ലിക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നു. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് യോനോ ക്യാഷ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് യോനോ ക്യാഷ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഓപ്ഷൻസ്: ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, IDBI, SBI. യോനോ ക്യാഷ് സിസ്റ്റം ഏത് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, SBI. യോനോ മീൻസ് യു ഓൺലി നീഡ് വൺ. ഇത് SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ്. എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് വാലിഡ് ഫോർ എ പീരീഡ് ഓഫ്. എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് വാലിഡ് ഫോർ എ പീരീഡ് ഓഫ്. ഓപ്ഷൻസ്: 1 month, 2 months, 3 months, നോ ലിമിറ്റ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 3 months. നേരത്തെ നമ്മൾ പറഞ്ഞു ചെക്കിൻ്റെയും ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെയും പേ ഓർഡേഴ്സിൻ്റെയും എല്ലാം വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. According to Section 131 of Negotiable Instrument Act, a collecting banker get statutory protection only for. According to Section 131 of Negotiable Instrument Act, a collecting banker get statutory protection only for. Options: order checks, post-dated checks, crossed checks, none of these. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്രോസ്ഡ് ചെക്സ്. ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ മാത്രമേ
നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ 131 സെക്ഷൻ അനുസരിച്ച് കളക്റ്റിംഗ് ബാങ്കർക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ആ ചെക്ക് എന്തായിരിക്കണം? ക്രോസ്ഡ് ചെക്കായിരിക്കണം. സീറോ ബാലൻസ് അക്കൗണ്ട് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബാങ്ക്സ് ടു ഓപ്ഷൻസ് ഹൗ മോർ കറൻറ്റ് അക്കൗണ്ട്, ഹൗ മോർ ATM കാർഡ് ഹോൾഡേഴ്സ്, ഹൗ മോർ ബോറോവേഴ്സ്, വൈഡ്സ് ദ ക്ലയൻറ്റ് ബേസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വൈഡ്സ് ദ ക്ലയൻറ്റ് ബേസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സീറോ ബാലൻസ് അക്കൗണ്ട് 2005. അതാണ് പിന്നീട് BSBDA ആയിട്ട് മാറിയത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കാറ്റഗറൈസേഷൻ ഓഫ് ബാങ്ക്സ് അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കാറ്റഗറൈസേഷൻ ഓഫ് ബാങ്ക്സ് അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്? ഓപ്ഷൻസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഓണർഷിപ്പിന് അനുസരിച്ച് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, റൂറൽ ബാങ്ക്സ്. The main source for the profit of a bank is options interest income, miscellaneous income, penal interest, fees and commission. ഒരു ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഇൻകമാണ്. ഇൻട്രസ്റ്റ് നിന്ന് കിട്ടുന്ന ഇൻകമാണ് ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഡാഷ് ബാങ്ക്സ്. Management of capital issues is a function of dash banks. Options commercial banks, agricultural bank, merchant bank, none of this. ഉത്തരം ഓപ്ഷൻ സി, മെർച്ചൻറ്റ് ബാങ്ക്. മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് മെർച്ചൻറ്റ് ബാങ്കിൻ്റെ ഫങ്ഷനാണ്. ബാങ്ക് റേറ്റ് ഈസ് ഡാഷ് ടു കൊമേഴ്സ്യൽ ബാങ്ക്സ്. ബാങ്ക് റേറ്റ് ഈസ് ഡാഷ് ടു കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഓപ്ഷൻസ് official lending rate of RBI, official deposit rate of RBI, official bill discounting rate of RBI, all of this. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒഫീഷ്യൽ ബിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ഓഫ് RBI. ഒഫീഷ്യൽ ബിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ലെൻഡിങ് റേറ്റിന് എന്താ പറയുക? അത് റീപ്പോ റേറ്റ് ആണ്. ബാങ്ക് റേറ്റിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. RBI ആക്ടിൻ്റെ സെക്ഷൻ 49 ബാങ്ക് റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബാങ്ക് റേറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് ദ RBI മേക്സ് പർച്ചേസസ് ഓർ ഡിസ്കൗണ്ട് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അതർ കൊമേഴ്സ്യൽ പേപ്പർ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്. അടുത്തത് പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഈസ് എ ടെക്നിക് ഓഫ് Purchasing and selling of government securities by the central bank is a technique of options market control, price control, credit control, all of this. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്രെഡിറ്റ് കൺട്രോൾ. അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ് പോളിസി, വേരിയസ് ക്യാഷ് റിസർവുകൾ, ഇതെല്ലാം എന്താണ്? ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കുകളാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ Negotiable Instrument Act came into force on options 1st April 1882, 1st March 1882, 1st April 1881, 1st March 1881. ഉത്തരം ഏതാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ്, 1st March 1882. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പാസ്സായത് 1881 പ്രാബല്യത്തിൽ വന്നത് 1882 മാർച്ച് 1. അടുത്ത ചോദ്യം, IDBI ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ്, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്, ഇൻ്റർനാഷണൽ ക്രെഡിറ്റ്, ഇൻഫ്രാസ്ട്രക്ചറൽ ബിൽഡിംഗ് ക്രെഡിറ്റ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് കൊടുക്കുന്ന അപ്പെക്സ് ബാങ്കാണ് IDBI. IDBIയുടെ ഫുൾ ഫോം തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. IDBI നിലവിൽ വന്നത് 1964 ജൂലൈ 1 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. IDBI ആണ് ലീഡർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലീഡർ ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നതും IDBI ആണ്.
2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്